ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് PSG നടത്തിയിരുന്നത്. ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർ നേടി. ക്ലബ്ബ് വേൾഡ് കപ്പിലും മികച്ച പ്രകടനം നടത്തി. റയലിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പും PSG നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിത തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചെൽസി അവരെ തകർത്ത് കളയുകയായിരുന്നു. PSG എങ്ങനെ പൂട്ടണമെന്നുള്ളത് കൃത്യമായി പഠിച്ച് ഇറങ്ങുകയാണ് ചെൽസി ചെയ്തത്. അത് കൃത്യമായി കളത്തിൽ അവർ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫി ഈ തോൽവിയെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ തോൽവി നല്ലതാണ്. അതായത് ഹംബിളായിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിനയമുള്ളവരായി ഇരിക്കാൻ ഈ ഒരു തോൽവി നല്ലതാണ്. ഒരിക്കലും അഹങ്കാരികളാവാതിരിക്കാൻ ഈ ഒരു തോൽവി നല്ലതാണ് എന്നൊക്കെയാണ് നാസർ അൽ ഖലീഫി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യമായി ഞാൻ ചെൽസിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. തീർച്ചയായും അവർ ഈ കിരീടം അർഹിച്ചവരാണ്. പക്ഷേ ഈ സീസണിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീസൺ ഇതാണ്. ഈ ടൂർണമെന്റിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയ ടീം ഞങ്ങളാണ്. ഈ തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. കാരണം ഞങ്ങൾ ഇനി ഹംബിളായി ഇരിക്കേണ്ടതുണ്ട്. ഇതാണ് നാസർ അൽ ഖലീഫി പറഞ്ഞിട്ടുള്ളത്. PSG നമുക്കറിയാം, ഒരുപാട് കാലമായി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരുപാട് സൂപ്പർ താരങ്ങളെ അവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടിരുന്നില്ല. പക്ഷെ ഇത്തവണ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ അതെല്ലാം ഫലം കാണുകയായിരുന്നു. തീർച്ചയായും അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ ഈ സീസൺ തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.